ഹലോ, എൻ്റെ പേര് അഭിരാമി എന്നാണ്. ഞാൻ ബേസിക്കലി ഒരു ഡിസൈനറാണ്, ഒരു എംബ്രോയ്ഡറി ആർട്ടിസ്റ്റാണ് ആൻഡ് ഓൾസോ ഒരു ആർട്ട് എഡ്യൂക്കേറ്ററാണ്. സോ കുറേ നാളായിട്ടുള്ള ആഗ്രഹമാണ് ഇങ്ങനൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യണം, അതിൽ വീഡിയോസ് ഇടണം എന്നുള്ളതൊക്കെ. ചാനലൊക്കെ ഓൾറെഡി ഉണ്ട്, കുറേ നാളായിട്ടുണ്ട്. അതിലേക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ കുഞ്ഞു കുഞ്ഞു ഷോർട്സ് വീഡിയോസൊക്കെ ഇടും, സ്റ്റിച്ചിങ്ങിൻ്റെതും പിന്നെ അതേപോലെ ഇങ്ങനെ ഡെയിലിയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് വീഡിയോസൊക്കെ ഇങ്ങനെ ഇടും. അതല്ലാതെ ഇങ്ങനെ പ്രോപ്പറായിട്ട് സംസാരിച്ച് ഒരു വീഡിയോ ഒന്നും ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല. അതെൻ്റെ ഭയങ്കര ഒരു ആഗ്രഹമാണ്. പക്ഷെ ഭയങ്കര ഇൻസെക്യൂരിറ്റീസ് ഉള്ള കൂട്ടത്തിലാണ് ഞാൻ. അപ്പോൾ എനിക്കിങ്ങനെ ക്യാമറ ഫേസ് ചെയ്യാനും ക്യാമറ ഇങ്ങനെ പിടിച്ച് സംസാരിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ കുറേ ഇങ്ങനെ ആഗ്രഹിച്ച് ഇപ്പോൾ ഒരു പോയിന്റിലെത്തി നിൽക്കുകയാണ്. എന്തായാലും തുടങ്ങാം, വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരിക്കില്ല. എല്ലാവരും ഇങ്ങനെയൊക്കെയല്ലേ തുടങ്ങുന്നത് എന്നുള്ളതൊക്കെ ഇങ്ങനെ ഞാനിങ്ങനെ എൻ്റെ മൈൻഡിനെ പറഞ്ഞ് പഠിപ്പിച്ച് ഇങ്ങനെ തുടങ്ങാം എന്നുള്ളൊരു അവസ്ഥയിലെത്തി നിൽക്കുകയാണ്. അങ്ങനെ ഞാൻ തുടങ്ങുകയാണ്. എനിക്കറിയില്ല ഈ വീഡിയോ എത്ര പേര് കാണും എന്നുള്ളതറിയില്ല, ആരായിരിക്കും കാണുന്നതെന്ന് എനിക്കറിയില്ല, എനിക്കിഷ്ടപ്പെടുമോ ഇല്ലയോ ഒന്നും എനിക്കറിയില്ല. പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ അടുത്ത് പറയണം, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യാനുണ്ടെങ്കിൽ അതെൻ്റെ അടുത്ത് പറയണം. വീഡിയോസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ മൈൻഡിൽ കുറേ ഇങ്ങനെ പലപ്പോഴായിട്ട് ഇങ്ങനെ വീഡിയോസിൻ്റെ ഓരോ ഐഡിയാസൊക്കെ വന്നിട്ടുണ്ട്, കുറേയൊക്കെ എടുത്തിട്ടുമുണ്ട്, ഒന്നും ഇതുവരെ പോസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്നിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും എന്ത് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതായിരുന്നു ഒരു കൺഫ്യൂഷനായിട്ടിരുന്നത്. പിന്നെ ഞാൻ വിചാരിച്ചു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് തുടങ്ങാം എന്ന് വിചാരിച്ചു. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന, ഞാൻ ഇഷ്ടത്തോടെ ചെയ്യുന്നൊരു കാര്യമാണ് സാരി കാണുക, വാങ്ങുന്നത് ഒരുപാടൊന്നുമില്ല, എന്നാലും സാരി ഉടുക്കുക എന്നൊക്കെ പറയുന്നത് ഞാനെന്നല്ല, ഓൾമോസ്റ്റ് കുറേ ഗേൾസിന് ഒരുപോലെ ഇഷ്ടമുള്ള കാര്യം തന്നെ ആയിരിക്കും സാരി ഉടുക്കുക, സാരി വാങ്ങുക എന്നൊക്കെ ഉള്ളത്. ഇതിനെക്കാട്ടിലൊക്കെ ഉപരി സാരി കാണുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര സന്തോഷം തരുന്നൊരു കാര്യമാണ്. ഇൻസ്റ്റയിലൊക്കെ തന്നെ ആണെങ്കിലും എപ്പോഴും ഇങ്ങനെ സാരീൻ്റെ ഫോട്ടോസ് ഒക്കെ കാണാനും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് ഞാനും. അപ്പോൾ എന്നെപ്പോലുള്ള കുറേ പേരൊക്കെ ഉണ്ടാകും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ അങ്ങനെ സാരി ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ട് എൻ്റെ സാരി കളക്ഷൻസ് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരുപാട് സാരീസ് ഒന്നും എൻ്റെ കയ്യിലില്ല, പക്ഷേ എന്നാലും അത്യാവശ്യം കുറച്ച് സാരീസൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണിക്കാം, നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. സോ ഇതാണ്, ഈ സാരിയാണ് എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് വാങ്ങുന്ന സാരി. അതെൻ്റെ ഒരു 19-20 വയസ്സിൽ ഞാൻ വാങ്ങുന്ന സാരിയാണ്. ഇതെനിക്കൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. ആ ഫംഗ്ഷന് വേണ്ടിയിട്ട്, അതായത് ഒരു സ്പെഷ്യൽ ഫംഗ്ഷനായിരുന്നു. ഞാൻ പറഞ്ഞ പോലെ ഞാൻ ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്യും, എംബ്രോയ്ഡറി പോർട്രേറ്റ്സ് ഒക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെ ഞാൻ ടോവിനോ തോമസിൻ്റെ പോർട്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എനിക്ക് ഡയറക്റ്റ് കൊടുക്കാൻ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. അതായത് ഫ്ലവേഴ്സിൻ്റെ ഒരു ഫിലിം ക്രിറ്റിക്സ് അവാർഡ് ഞങ്ങളുടെ സ്ഥലത്ത് വെച്ച്, അതായത് കായംകുളത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ എനിക്ക് അവിടെ വെച്ച് ഡയറക്റ്റ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട്, അതായത് സ്റ്റേജിൽ വെച്ച് കൊടുക്കാനൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി. അപ്പോൾ ആ പ്രോഗ്രാമിന് വേണ്ടി ഞാൻ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് വാങ്ങിച്ച സാരിയാണിത്. ഇത് വന്നിട്ട് ഒരു ഫുൾ ബ്ലാക്ക് കളറിൽ വരുന്നതാണ്. ഇതിൽ അവിടെ ആയിട്ട് ചെറിയ സ്റ്റോൺസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. പിന്നെ അതേപോലെ ഇതിൻ്റെ പല്ലൂല് വന്നിട്ട് നമുക്കിങ്ങനെ റിയൽ മിററിൻ്റെ ഒരു മാങ്ങ പീച്ച് ഡിസൈനിൽ വരുന്നുണ്ട്. അതാണ് ഈ സാരി ഉടുക്കാൻ നല്ല കംഫർട്ടബിളാണ്. ഒരു കൈൻഡ് ഓഫ് സിൽക്ക് പോലത്തെ ഒരു മെറ്റീരിയലാണ്, പക്ഷെ സിൽക്കല്ല, ഒരു സെമി സിൽക്ക് പോലത്തേക്ക് ഒരു മെറ്റീരിയലാണ്. പക്ഷെ നല്ല കംഫർട്ടബിളായിട്ട് ഉടുത്താൽ നല്ല ഒതുങ്ങി കിടക്കുന്ന കുറേ പ്ലീറ്റ്സ് ഒക്കെ ഉള്ള ഒരു വലിയ സാരിയാണിത്. ഇത് ഞാൻ ജയലക്ഷ്മിയിൽ നിന്ന് വാങ്ങിച്ചതാണ്. എനിക്ക് തോന്നുന്നു ഒരു 1200-1300 ആ ഒരു റേഞ്ചിലൊക്കെ ആയിട്ടുള്ളൂ. പക്ഷേ അതിനെക്കാട്ടിലൊക്കെ നമുക്ക് ഉടുത്താൽ ഫീൽ ചെയ്യും, ഉടുക്കാനും നല്ല സാരിയാണിത്. അടുത്തത് ഈ സാരിയാണ്. ഇതൊരു കോട്ടൺ സാരിയാണ്. ഇത് എൻ്റെ ലൈഫിലെ എൻ്റെ ആദ്യത്തെ വിഷുക്കോടിയാണിത്. ഇങ്ങനെ പറഞ്ഞ ആർക്കെങ്കിലും വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ എൻ്റെ വീട്ടിലാണെങ്കിലും ഒന്നും അങ്ങനെ വിഷു അങ്ങനെ ഒരുപാട് ആഘോഷിക്കുന്ന ഒരു ഏരിയ അല്ല. നമ്മൾ കുറച്ച് ഇങ്ങോട്ട് തെക്കൻ കേരളത്തിലായതുകൊണ്ട് തന്നെ വിഷു അങ്ങനെ ഒരുപാട് വലിയ സെലിബ്രേഷൻ ഒന്നുമില്ല. കണി കാണും എന്നുള്ളത് കൈനീട്ടം കിട്ടും എന്നൊക്കെ ഉള്ളതല്ലാതെ വേറെ ഒന്നുമില്ല. അപ്പോൾ ഇങ്ങനെ വിഷുക്കോടി എടുക്കുന്ന പതിവൊന്നും നമുക്കില്ല. പക്ഷേ ഇത് എൻ്റെ കല്യാണം ഉറപ്പിച്ച ശേഷം എൻ്റെ അമ്മ, അതായത് എൻ്റെ പാർട്ട്ണറിൻ്റെ അമ്മയും അച്ഛനും കൂടെ എനിക്ക് തന്ന വിഷുക്കോടിയാണത്. സോ
ഇതാണ് സാരി വരുന്നത്. ഇതിൻ്റെ പല്ലുവിലൊക്കെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ടെസൽസും ഒക്കെ ഉണ്ട്. പിന്നെ ബോഡി ഫുള്ള് ബ്ലാക്ക് വന്നിട്ട് ഇതേപോലെ അതിൻ്റെ ബോഡീൻ്റെ ബോർഡറിലും പിന്നെ പല്ലുവിലും ഇങ്ങനെ ഒരു മാമ്പഴ മഞ്ഞ കളറിൽ വരുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ സാരിയാണ് എൻ്റെ ലൈഫിലെ ആദ്യത്തെ വിഷുക്കോടി. എൻ്റെ 24ാമത്തെ വയസ്സിലാണ് എനിക്ക് ആദ്യമായിട്ട് വിഷുക്കോടി കിട്ടുന്നത്. അതാണ് ഈ സാരി. പിന്നുള്ളത് ഇതൊരു ബ്യൂട്ടിഫുൾ ബനാറസി സാരിയാണ്. ഇതൊരു പ്യുവർ ബനാറസി സാരിയാണ്. ഒരു വൈബ്രൻ്റ് ആയിട്ടുള്ളൊരു ഇലക്ട്രിക് ബ്ലൂ കളറിൽ വരുന്ന ഒരു സാരിയാണിത്. ഇതിൽ ഫുള്ളൊരു സിൽവർ സാരിയാണ് വരുന്നത്. പക്ഷേ ഈ സാരി ഞാനിതൊരു ഉടുത്തിട്ടില്ല. ഇതെനിക്ക് എൻ്റെ വെഡ്ഡിങ്ങിന് ഗിഫ്റ്റ് കിട്ടിയ സാരി. അപ്പോൾ എനിക്കിത് എനിക്ക് ശരിക്കും പറഞ്ഞ് ഉടുക്കാനായിട്ടൊരു ഫങ്ഷൻ, അങ്ങനെ ഒരു അത്യാവശ്യം നല്ല ഗ്രാൻഡ് സാരിയാണ്. അത്രയും ഗ്രാൻഡായിട്ട് പോകുന്നൊരു ഫംഗ്ഷൻ എനിക്കിതുവരെ വന്നിട്ടില്ല. വല്ലവൻ്റെയൊക്കെ കല്യാണത്തിന് നമ്മൾ അത്രയും ഇതായിട്ട് പോകുന്നതിനോട് എനിക്കറിയില്ല, ഞാൻ ഭയങ്കര കോൺഷ്യസ് ആകും. അപ്പോൾ അതുകൊണ്ട് എനിക്കിത് ഇതുവരെ ഉടുക്കാൻ പറ്റിയിട്ടില്ല. ഇതിങ്ങനെ ഉടുക്കുന്ന ടൈമിൽ ഇങ്ങനെ, പക്ഷേ ഇതിൻ്റെ വിത്ത് ബ്ലൗസ് എന്ന് പറയുന്നത് ഇങ്ങനെ ലൈൻസ് വരുന്നതാണ്. അപ്പോൾ എനിക്കിങ്ങനെ അതിന് താല്പര്യമില്ല. ഈ ബ്ലൗസിന് എനിക്ക് താല്പര്യമില്ല. ഞാനിങ്ങനെ വിചാരിക്കുകയെന്ന് വെച്ചാൽ ബ്ലൂവിൻ്റെ പ്ലെയിൻ ബ്ലൂ ഒരു റോസ് സിൽക്ക് മെറ്റീരിയൽ എന്തെങ്കിലും എടുത്തിട്ട് അതിൽ ഫുൾ സ്ലീവും ഹൈനെക്കും ഒക്കെ വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് നെക്കിൻ്റെ ഈ ബോർഡറിലും ലൈക്ക് ഒരു നെക്ലെസ് പോലെയും പിന്നെ സ്ലീവിൻ്റെ എൻഡിലൊക്കെ ആയിട്ട് ചെറിയ വർക്കൊക്കെ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്ത് അങ്ങനെ ഇത് പെയർ ചെയ്യണം എന്നൊക്കെയാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെ പിന്നെ ഞാൻ ഉടുക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു ഫംഗ്ഷൻ വരാൻ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സാരി ഇത്. പിന്നെ വരുന്നത് ഒരു സെമി സിൽക്ക് സാരിയാണ്. ഓറഞ്ചും പിന്നെ നമ്മുടെ വാടാമുല്ല കളറൊക്കെ ആയിട്ട് കോമ്പിനേഷൻ വരുന്നൊരു സാരിയാണ്. ഇത് എനിക്ക് വെഡ്ഡിങ്ങിന് എൻ്റെ കസിൻ ഗിഫ്റ്റ് ചെയ്ത സാരിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്ന് വെച്ചാൽ നോർമലി സിൽക്ക് സാരീസൊക്കെ ഉടുക്കുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഉടുത്താൽ ഒതുങ്ങത്തില്ല, അവിടെ ഇവിടെയൊക്കെ പൊന്തി നിൽക്കും, അങ്ങനത്തെ കുറേ കൺസേൺസ് ആണ് നോർമലി വരാറുള്ളത് സെമി സിൽക്ക് സാരീസും ഒക്കെ ഉടുക്കുമ്പോൾ. പക്ഷേ ഈ സാരി അങ്ങനെയല്ല. ഇത് ഉടുത്തു കഴിഞ്ഞാൽ ഉടുത്തെടുത്ത് കിടക്കും. അത്രയും നല്ല മെറ്റീരിയലും അതേപോലെ നല്ല ബോർഡറും എനിക്ക് ബോഡിയും കളറും. ഈ സാരി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാരിയാണ്. അടിപൊളി സാരിയാണിത്. പിന്നെ വരുന്നത് ഇത് എൻ്റെ സാരി ലിസ്റ്റിൽ എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ്സ്. എൻ്റെ സാരീസ് എല്ലാം എൻ്റെ ഫേവറേറ്റ് സാരീസ്. ഞാൻ അത്രയും ഇഷ്ടപ്പെട്ടാണ് ഓരോ സാരിയും വാങ്ങുന്നത്. പക്ഷേ ഇതെനിക്ക് ഭയങ്കര ഉടുക്കാൻ സുഖമുള്ളൊരു സാരിയാണ്. എന്ന് വെച്ചാൽ ഇതിലങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല. എന്നുവെച്ചാൽ ഒരു ടസലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസൈനോ ടെക്സ്ചറോ അങ്ങനെ ഒന്നുമില്ല. ഒരു 2 ഷെയ്ഡ്സ് ഓഫ് യെല്ലോ അത്ര മാത്രമുള്ളൊരു ലിനൻ്റെ സാരിയാണ്. ഇത് ഉടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയാണ്. എന്ന് വെച്ചാൽ ഞാനിതെൻ്റെ സേവ് ദ ഡേറ്റിന് വാങ്ങിച്ച സാരിയാണ്. ഇവിടെ ട്രിവാൻഡ്രത്ത് സൗത്ത് റൂമിൽ നിന്ന് വാങ്ങിച്ച സാരിയാണ്. ഓക്കെ, ഞാൻ നല്ല സാരി എന്ന് പറഞ്ഞ് വാങ്ങിച്ചു, അത്രയേ ഉള്ളൂ. പക്ഷേ എനിക്ക് ഈ സാരിക്ക് കിട്ടിയ കോംപ്ലിമെൻറ്റ്സ് എൻ്റെ ലൈഫിൽ എനിക്ക് വേറെ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് കിട്ടിയിട്ടില്ല. ഞാനിത് ഉടുത്ത് എപ്പോൾ എവിടെ പോയാലും എനിക്ക് ഒരാളെങ്കിലും എൻ്റെ അടുത്ത് മിനിമം പറഞ്ഞിരിക്കുക. അന്ന് സേവ് ദ ഡേറ്റിന് ഷൂട്ട് ചെയ്യാൻ പോയപ്പോഴും വേറെ ഏതോ സേവ് ദ ഡേറ്റ് ഷൂട്ട് ചെയ്യാവുന്ന ആൾക്കാരൊക്കെ വന്നിട്ട് സാരിക്ക് കുറേ കോംപ്ലിമെൻറ്റ്സ് തന്നു. പിന്നെ ഞാനൊരു എക്സിബിഷൻ ഉടുത്തിട്ട് പോയിട്ടുണ്ടായിരുന്നു, അപ്പോഴും പിന്നെ എൻ്റെ ഷോപ്പിലും ഉടുത്തിട്ട് എവിടെ പോയാലും എനിക്കൊരു കോംപ്ലിമെൻറ്റ് ഉറപ്പായിട്ടും കിട്ടുന്നൊരു സാരിയാണ്. ഇത് ഉടുക്കാൻ ഭയങ്കര സുഖമാണ്. ഇതിനും 1200 രൂപ സാരിക്കായിട്ടുള്ളൂ. പക്ഷെ നല്ല സാരിയാണ്. എന്നുവെച്ചാൽ ആ റേറ്റിന് ഇത്രയും നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ്. കല്യാണത്തിൻ്റെ പുടവയ്ക്കുള്ള സെറ്റ് സാരി വാങ്ങിയതും ഈ സാരി വാങ്ങിയതും അവിടെ നിന്നാണ്. എനിക്ക് അത്യാവശ്യം നല്ല അഫോർഡബിളായിട്ട് തന്നെയാണ് കേട്ടോ കിട്ടിയത്. പിന്നെ ഇത് കുറേ നാൾ ഈ പറഞ്ഞത് ഞാൻ ആദ്യം കാണിച്ച കളർ കോമ്പിനേഷൻ പോലെ തന്നെ ഉള്ളൊരു, അതായത് എൻ്റെ വിഷുക്കോടി എന്നൊക്കെ പറഞ്ഞ് കാണിച്ചില്ലേ, ആ ഒരു കളർ കോമ്പിനേഷനിൽ തന്നെ ഉള്ളൊരു സാരിയാണിത്. ഇത് പക്ഷേ ഒരു എന്താ പറയുക, അതൊരു കോട്ടൺ ആയിരുന്നെങ്കിൽ ഇത് കുറച്ചൊരു കൈൻഡ് ഓഫ് മൈസൂർ സിൽക്ക് പോലത്തെ ഒരു സാരിയാണ്. ഇതിൽ ഈ പറഞ്ഞ പോലെ ബോർഡറിൽ വന്നിട്ട് നല്ല ഇങ്ങനെ സ്ട്രൈപ്സ് പോലെ വരുന്ന ഡിസൈൻസ് ഒക്കെയാണ് ബോർഡറിൽ വരുന്നത്. ഗോൾഡൻ സാരിയാണ് വരുന്നത്. ബോഡി ഫുള്ള് ഇതേപോലെ സ്ട്രൈപ്സ് ആണ് വരുന്നത്. ഈ സ്ട്രൈപ്സ് തന്നെ ഒരു 2 പാറ്റേണായിട്ടാണ് വരുന്നത്. അങ്ങനെ ഞാനിതിൻ്റെ വിത്ത് ബ്ലൗസ് ഇതിൻ്റെ സെയിം യെല്ലോ കളർ ബ്ലൗസായിരുന്നു. ഈ ഒരു മെറ്റീരിയൽ തന്നെ വരുന്ന ബ്ലൗസായിരുന്നു ഇതിൻ്റെ. ഉടുക്കുമ്പോൾ നല്ല ഭംഗിയിൽ കിടക്കുന്നൊരു സാരിയാണ് കേട്ടോ ഇത്. ഇതും അധികം റേറ്റ് ഒന്നും ആയിട്ടില്ല. എൻ്റെ സാരീസ് ഓൾമോസ്റ്റ് എല്ലാം ഒരു 1000-1500 വരുന്ന സാരീസാണ്. പിന്നെ ആകെ ഈ പറഞ്ഞ കല്യാണ സാരീസൊക്കെ ഉള്ളൂ കുറച്ച് റേറ്റ് കൂടി. ഇത് ഞാനിങ്ങനെ തപ്പി നടന്ന് കിട്ടാനിട്ട് ലാസ്റ്റ് സ്വന്തമായിട്ട് ചെയ്യാം, അതായത് എൻ്റെ യൂണിറ്റിൽ ചെയ്തെടുക്കാമെന്ന് പറഞ്ഞ് ചെയ്യിപ്പിച്ചൊരു സാരിയാണ് ഇത്. എൻ്റെ കല്യാണത്തിൻ്റെ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് ചെയ്യിപ്പിച്ചത്. ഞാനിങ്ങനെ ഈ ഒരു ഡീപ്പ്
ഡീപ്പ് റെഡ് കളറിൽ ഞാൻ ഉദ്ദേശിച്ചിരുന്നത് ഒരു നെറ്റോ അല്ലെങ്കിൽ ഓർഗാൻസയോ. നെറ്റാണ് ഞാൻ മെയിനായിട്ട് ഉദ്ദേശിച്ചത്. നെറ്റിൽ ഇതേപോലെ ഫുൾ ബീഡഡ് വർക്ക് വരുന്നൊരു സാരി, അതായത് നല്ല ബോർഡറും പിന്നെ ബോഡിയിലൊക്കെ ഇതേപോലെ ഫ്ലവേഴ്സൊക്കെ ഉള്ളൊരു സാരിയാണ് ഉദ്ദേശിച്ചിരുന്നത്. അപ്പം ഞാനത് നോക്കി നടക്കാൻ ഇനി സ്ഥലമില്ല. എന്നുവെച്ചാൽ ട്രിവാൻഡ്രം, ഞാൻ നിൽക്കുന്ന ട്രിവാൻഡ്രമാണ്, എൻ്റെ നാട് കായംകുളമാണ്. അപ്പം ഇവിടം തൊട്ട് കായംകുളം, പത്തനംതിട്ട, അവിടെ ഇവിടെയുള്ള എല്ലാ കടകളിലും ഞാൻ കയറിയിട്ടുണ്ട് ഇങ്ങനൊരു സാരി തപ്പിയിട്ട്. പക്ഷെ എവിടെയും കിട്ടിയിട്ടില്ല. ലാസ്റ്റ് ഇങ്ങനെ ക്ലോത്ത് വാങ്ങിയിട്ട് ഡൈ ചെയ്തെടുക്കുക, അതായത് ഈ ബീഡ്സ് വർക്കും സീക്വൻസ് വർക്കും ഒക്കെ വരുന്ന ക്ലോത്ത് വാങ്ങി ഡൈ ചെയ്തെടുക്കുക എന്നൊക്കെ പറഞ്ഞ് ഞാനിതേപോലെ കല്യാണിന്ന് ക്ലോത്ത് വാങ്ങി ഡൈ ചെയ്തു. അവർ പറഞ്ഞത് കംപ്ലീറ്റ് ഡൈയബിൾ ആണ്, അതായത് അതിലെ ബീഡ്സും എല്ലാം ഡൈയബിൾ ആണെന്നാണ് പറഞ്ഞിരുന്നത്. അങ്ങനെ ഞാൻ അതൊക്കെ വാങ്ങിയിട്ട് ഡൈ ചെയ്യാൻ കൊടുത്തു. ഡൈ ചെയ്ത് കെട്ടിക്കഴിഞ്ഞപ്പോൾ ഒരു ക്രിസ്മസ് ട്രീ പോലെ ഉണ്ട്, അതായത് ക്രിസ്മസിൻ്റെ ഒരു തീം. ബീഡ്സ് ഒന്നും കളർ ആയിട്ടില്ല, അത് ഡൈഡ് ആയിട്ടില്ല. ആ ബീഡ്സിലെല്ലാം ഈ പറഞ്ഞ പോലെ ഫുള്ള് വൈറ്റ് കളറിൽ തന്നെ ഇരുന്നു, ബോഡി മാത്രം റെഡ് കളറിലിരുന്നു. എനിക്കാണെങ്കിൽ അത് കണ്ടപ്പോൾ കരച്ചിൽ വന്നു. അങ്ങനെ പിന്നെ ലാസ്റ്റ് ഒരു രക്ഷയില്ലാന്ന് മനസ്സിലായി. ഞാൻ പിന്നെ ഇതേപോലെ നെറ്റ് എടുത്തിട്ട് അതിൽ വർക്ക് ചെയ്യാൻ നോക്കി. അപ്പോൾ കുറച്ച് ചെയ്യുന്ന ആൾക്ക് കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂസൊക്കെ പറഞ്ഞ് അത് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് പിന്നെ ഒരു ജോർജറ്റ് എടുത്തിട്ട് അതിലേക്ക് ഇതേപോലെ വർക്ക് ചെയ്തെടുത്തത്. ഇതിൻ്റെ ബോർഡറിൽ ഇങ്ങനെ ബോർഡർ ഫുൾ ഇങ്ങനെ ഒരു വർക്കാണ് വരുന്നത്. പിന്നെ അതേപോലെ ബോഡിയിൽ ഇങ്ങനെ ചെറുതും വലുതുമായിട്ടുള്ള ഫ്ലവേഴ്സൊക്കെ ഇങ്ങനെ സ്പ്രെഡായിട്ട് വരുന്ന ഒരു കൈൻഡ് ഓഫ് ഡിസൈനാണ് വരുന്നത്. പക്ഷെ നല്ല വെയിറ്റ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ ബ്ലൗസ് ആണെങ്കിലും ഞാനൊരു കോർസെറ്റ് മോഡലിലാണ് ചെയ്യിച്ചത്. അത് ഫുൾ ബീഡ്സ് വർക്ക് ചെയ്തിട്ട് ഒരു കോർസെറ്റ് പോലെയാണ് ഇതിൻ്റെ ബ്ലൗസും ചെയ്തത്. സോ ഇതാണ് എൻ്റെ റെഡ് സാരി. ഞാനിതിങ്ങനെ സൂക്ഷിച്ച് വെച്ചേക്കുക എനിക്ക് കാശ്മീർ പോകുമ്പോൾ ഉടുക്കാൻ വേണ്ടിയിട്ട്. അടുത്ത സാരി എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതൊരു ഇപ്പോൾ ട്രെൻഡിങ്ങിലുള്ളൊരു മഹേശ്വരി സിൽക്ക് സാരി ഉണ്ടല്ലോ, ചെറിയ ബോർഡർ വരുന്നത്, ആ ഒരു കൈൻഡ് ഓഫ് സാരിയാണ്. ചെറിയ ബോർഡർ, ബോഡിയിൽ ചെറിയ ചെറിയ ബുട്ടാസൊക്കെ ഉണ്ട്. ഈ ഒരു ഫ്ലോറൽ ബുട്ടാസൊക്കെ ബോഡിയിലുണ്ട്. പിന്നെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഒരു കൈൻഡ് ഓഫ് ഗ്രീൻ കളറാണ് ഇതിൻ്റെ പല്ലു വരുന്നതും. അതേപോലെ തന്നെ ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നതും ഈ ഒരു കളറാണ്. അത്യാവശ്യം ഉടുത്താൽ ഒതുങ്ങാനൊക്കെ കുറച്ച് പാടാണ്, പക്ഷെ എന്നാലും കുഴപ്പമില്ല. നല്ല കളർ കോമ്പിനേഷനാണ്, കൊടുത്തു കഴിയുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. അടുത്ത സാരി ഇതാണ്. ഇതെന്ന് പറഞ്ഞാൽ നല്ലൊരു മസ്റ്റാർഡ് യെല്ലോ പ്ലസ് ഒരു മെറൂൺ കളറിൽ വരുന്നൊരു കോമ്പിനേഷൻ വരുന്നൊരു സാരിയാണ് ഇത്. സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു ചൈൽഡ്ഹുഡ് മെമ്മറി അല്ലെങ്കിൽ ഒരു ചൈൽഡ്ഹുഡ് വിഷ് സാറ്റിസ്ഫൈ ചെയ്ത പോലെയാണ് കേട്ടോ എനിക്ക് ഈ സാരി വാങ്ങിച്ചപ്പോൾ, സത്യം പറഞ്ഞാൽ. കാരണം എൻ്റെ അമ്മയ്ക്ക് ഈ കളർ കോമ്പിനേഷനിലൊരു സാരി ഉണ്ടായിരുന്നു. ഏകദേശം ഒരു സിൽക്ക് സാരി പോലത്തെ സാരിയായിരുന്നു. അതിൽ ഈ മഞ്ഞ ബോഡി, അതേപോലെ ഒരു മെറൂൺ ബോർഡറൊക്കെ വന്നിട്ട് മെറൂൺ പല്ലുമൊക്കെ വന്നിട്ടുള്ളൊരു സാരി. എനിക്ക് അമ്മയുടെ സാരീസിൽ ഏറ്റവും ഇഷ്ടമുള്ളൊരു സാരി, ഞാൻ പണ്ട് തൊട്ടേ ഇങ്ങനെ പറഞ്ഞ് അല്ലെങ്കിൽ ചോദിച്ച് നടന്നിട്ട് കിട്ടാതെ പോയൊരു സാരിയാണ്. കാരണം അമ്മ അത് തരില്ലായിരുന്നു, അത് തൊടാൻ സമ്മതിക്കത്തില്ല. എനിക്കാണെങ്കിൽ അതിങ്ങനെ വെട്ടി പട്ടുപാവാട തയ്പ്പിക്കണം അങ്ങനെയൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു. അതുകൊണ്ടാണോ തൊടാൻ തരത്തെന്ന് അറിയത്തില്ല. അപ്പോൾ എനിക്കിങ്ങനെ ഈ ഒരു കളർ കോമ്പിനേഷനോട് സാരിയൊക്കെ ഉടുത്ത് തുടങ്ങുന്നതിന് മുന്നേ തൊട്ടുള്ള, അതായത് കുഞ്ഞിലെ എനിക്കത് പട്ടുപാവാടയായിട്ട് വേണമായിരുന്നു. അന്ന് തൊട്ട് എനിക്ക് ആ കളർ കോമ്പിനേഷൻ, എൻ്റെ എനിക്കൊന്നൊരു 5-6 വയസ്സ് തൊട്ട് ഞാൻ ആ സാരി മോഹിച്ചു തുടങ്ങിയതാണ് എനിക്കൊരു പട്ടുപാവാട തയ്ക്കാനായിട്ട്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഓക്കെ വലുതായപ്പോഴത്തേക്ക് എനിക്ക് സാരി വെട്ടി പട്ടുപാവാട തയ്ക്കുന്നതിനോടൊന്നും ഒരു താല്പര്യം ഇല്ലാണ്ടായി. സാരി എനിക്ക് അങ്ങനെ തന്നെ വെക്കണം, എനിക്കൊരു ട്രഷർ പോലെയാണ് സാരീസൊക്കെ. അപ്പോൾ വലുതായി കഴിഞ്ഞപ്പോൾ എനിക്ക് സാരി വേണം ആ ഒരു കളർ കോമ്പിനേഷനുള്ള. അങ്ങനെ ഞാൻ വാങ്ങിയൊരു സാരിയാണിത്. ഇത് ഈ പറഞ്ഞ പോലെ എത്ര 1500 ആ ഒരു റേറ്റ് വന്നിട്ടുള്ളൊരു സാരിയാണ്. ഇങ്ങനെ വെച്ച് നോക്കാനൊക്കെ ഭയങ്കര ഭംഗിയാണ്. ഇനി അടുത്ത സാരി ഇതാണ്. ഇതൊരു സിമ്പിൾ സാരിയാണ്. എന്നുവെച്ചാൽ ഒരു നല്ലൊരു ബർഗൻഡി ഷെയ്ഡിൽ വരുന്ന ഒരു സിമ്പിൾ സാരിയാണ്. ബോഡിയിൽ ഇതേപോലെ ചെറിയ ടെക്സ്ചേർഡ് വർക്ക്സ് ഒക്കെ ഉണ്ട്. എന്നുവെച്ചാൽ ചെറിയ ടെക്സ്ചറുകളുണ്ട് ഇങ്ങനെ ബോഡിയിൽ. ഇതേപോലെ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സാരിയാണ്. ഉടുത്താൽ ഭയങ്കര ഒതുങ്ങി നിൽക്കുന്ന, ഭയങ്കര എളുപ്പം എടുക്കാൻ പറ്റുന്നൊരു സാരിയാണിത്. ഇത് എനിക്ക് വെഡ്ഡിങ് ഗിഫ്റ്റ് കിട്ടിയത്. കല്യാണം കഴിച്ചുകൊണ്ട് ഇങ്ങനെ കുറച്ച് ഗുണങ്ങളൊക്കെ ഉണ്ടായി. പിന്നെ ഈ സാരിയാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ വില കൊടുത്ത് വാങ്ങിച്ച ഏറ്റവും വിലയുള്ള സാരി. ഇത് ഞാൻ കോയമ്പത്തൂർ പോയപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ച സാരി. എനിക്കിൻ്റെ കളർ കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കളർ കോമ്പിനേഷൻ. ഇതേപോലെ ഒരു പേസ്റ്റൽ ഗ്രീനും പേസ്റ്റൽ ലാവൻഡർ ഷെയ്ഡും ഒക്കെ വരുന്ന ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെമി സിൽക്ക് സാരി.
വെയിറ്റ് ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കേട്ടോ. സിൽക്ക് സാരി ആണെങ്കിലും അതിൻ്റെതായിട്ടുള്ള ഒട്ടും വെയിറ്റ് ഇല്ല, ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള, ഉടുക്കാൻ എളുപ്പമായിട്ട് ഉടുക്കാൻ പറ്റുന്ന ഒരു സാരിയാണ്. ഉടുത്താൽ ഇതേപോലെ ഒതുങ്ങി കിടക്കുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സാരിയാണ് കേട്ടോ ഇത്. ഇതിന് അത്യാവശ്യം റേറ്റ് ആയിരുന്നു, 6000 സംതിങ് ഒക്കെ ആയി. ഞാൻ ആദ്യമായിട്ട് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണവും കൂടി ഉണ്ടായിരുന്നു, അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ വാങ്ങി. പറഞ്ഞാൽ സാരി ഒരു ട്രഷറായിട്ട് കീപ്പ് ചെയ്യാം, നമുക്കൊരു അസറ്റ് പോലെയൊക്കെ സൂക്ഷിച്ചിങ്ങനെ തലമുറ കൈമാറിയൊക്കെ വെക്കാം എന്നൊക്കെ പറഞ്ഞ് ഞാൻ വാങ്ങിയ സാരിയാണ്. പിന്നെ ഇതെൻ്റെ ഒരു ഫേവറേറ്റ് സാരി കേട്ടോ. ഇത് ഈ പറഞ്ഞ പോലെ ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് വാങ്ങിച്ച സാരി, എന്നുവെച്ചാൽ ഞാനല്ല വാങ്ങിച്ചത്, ഇതെൻ്റെ വെഡ്ഡിങ്ങിൻ്റെ റിസപ്ഷൻ്റെ സാരിയാണ്. അപ്പോൾ എനിക്ക് എൻ്റെ വെഡ്ഡിങ്ങിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ ഫംഗ്ഷനും, അതായത് എൻ്റെ ഒരു ഹൽദി ഒഴിച്ചിട്ട് ബാക്കി എല്ലാ ഫംഗ്ഷനും ഞാൻ സാരിയാണ് വിയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് ഒന്നാമത്തെ കാര്യം സാരി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതേപോലെ തന്നെ റീയൂസ് ചെയ്യാൻ പറ്റണം എന്നുള്ളൊരു ഇതിൽ ആണ് ഞാൻ സാരി ചൂസ് ചെയ്തത്. ഇപ്പം ഹൽദീൻ്റെ ഡ്രസ്സാണെങ്കിൽ പോലും ഞാൻ എൻ്റെ സ്കേർട്ടും ലെഹങ്ക പോലത്തെ ആയിരുന്നു, സ്കേർട്ടും ബ്ലൗസ് ഹെവി ആക്കി ചെയ്തുകൊണ്ട് ദുപ്പട്ട വരുന്ന പോലെ, അതിൽ സ്കേർട്ട് ഒരു ഫ്ലോറൽ പ്രിൻ്റ് വരുന്ന സ്കേർട്ട് സിമ്പിളായിട്ട് ചെയ്ത് താഴെ ഈ കൈൻഡ് ഓഫ് ഈ സബ്യസാജീൻ്റെ ഒക്കെ ലെഹങ്കാസിലൊക്കെ കാണുന്ന പോലെ കൈൻഡ് ഓഫ് ലേസസ് ഒക്കെ വെച്ചിട്ടുള്ളൊരു സ്കേർട്ടാണ്. അപ്പോൾ അതും എനിക്ക് റീയൂസ് ചെയ്യാൻ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വെഡ്ഡിങ്ങിനൊക്കെ അത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ബ്ലൗസ് ആണെങ്കിലും ഹെവി വർക്ക് വരുന്ന, അപ്പോൾ ഒരു സിമ്പിൾ സാരി ആയിട്ടൊക്കെ ഈസി ആയിട്ട് പെയർ ചെയ്യാൻ പറ്റുന്നൊരു ടോപ്പാണ്. അപ്പോൾ എനിക്കത് ഭയങ്കര നിർബന്ധമായിരുന്നു, എനിക്കിങ്ങനെ എല്ലാം എനിക്ക് യൂസ് ചെയ്യാൻ പറ്റണം എന്നുള്ള കാര്യത്തിൽ. അങ്ങനെ ഞാൻ വാങ്ങിച്ചൊരു സാരിയാണ് ഇത്. ഞാൻ ഈ പറഞ്ഞ പോലെ എനിക്ക് ആ ടൈമിൽ എനിക്കെല്ലാം കുറച്ചിങ്ങനെ വെറൈറ്റി ആയിട്ട് വേണം എന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ പോലെ ബ്ലാക്ക് ബനാറസി എടുത്താലും അത് കുറച്ച് കോമൺ ആണ്, ആ ടൈമിലൊക്കെ അത് കോമൺ ആണ്, എല്ലാവരും ഉടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ നോക്കുമ്പോഴൊക്കെ തന്നെ ആണെങ്കിലും കുറേ റെഫറൻസുകൾ കിട്ടുന്നുണ്ട്. അപ്പോൾ എനിക്കത് വേണ്ടായിരുന്നു. പിന്നെ വരുന്നത് പിന്നെ എല്ലാവരും എന്നുവെച്ചാൽ പെയർ ചെയ്യുന്നത് ബ്ലാക്കും ഡാർക്ക് ഗ്രീന് അല്ലെങ്കിൽ റെഡ് അങ്ങനത്തെ കളേഴ്സൊക്കെ ആയിരിക്കുമല്ലോ ബ്ലാക്കിൻ്റെ കൂടെ പെയർ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ആക്ച്വലി അതും വേണ്ട. ഡാർക്ക് ഗ്രീൻ ഞാൻ ആലോചിച്ചു, കാരണം എൻ്റെ മൈൻഡിലൊരു ബ്യൂട്ടിഫുൾ ഇയറിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിട്ട് പെയർ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് ഡാർക്ക് ഗ്രീൻ ഞാനിങ്ങനെ ആലോചിച്ചു, പക്ഷേ വേണ്ടെന്ന് വെച്ചു, ഫ്രഷ് ആയിട്ട് എന്തെങ്കിലും ആലോചിക്കാമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞാനെന്നാൽ പിന്നെ ബ്ലാക്കും ലൈലാക്കും ആലോചിച്ചു. ഓക്കെ, ലൈലാക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് ആ സാധനം ഞാൻ എവിടെയും കണ്ടിട്ടുമില്ല, കാരണം ഓർണമെൻറ്റ്സ് ആണെങ്കിലും ഒക്കെ പെയർ ചെയ്ത് വരുമ്പോഴത്തേക്ക് അടിപൊളിയായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ബ്ലാക്കും ലൈലാക്കും ആഗ്രഹിച്ചു. ഇങ്ങനെ കുറേ കടകൾ ഇതേപോലെ തപ്പി. ഞാൻ ശരിക്കും ഇതേപോലെ ബനാറസി സാരി തന്നെയാണ് തപ്പിയത്, പക്ഷെ ബനാറസിയും കിട്ടിയില്ല. അങ്ങനെ ലാസ്റ്റ് കുറച്ചൊന്ന് സിൽക്ക് സാരീസ് നോക്കാമെന്ന് പറഞ്ഞിട്ട് അത് നോക്കി. എന്നിട്ടും ഈ ഒരു ബ്ലാക്ക് ലൈലാക്ക് പറഞ്ഞിട്ടൊരു കോമ്പിനേഷൻ വരുന്നില്ല. ഇൻസ്റ്റയിൽ കുറേ പേജുകളിൽ തപ്പി നോക്കി, എവിടെയും കിട്ടുന്നില്ല. ആകെ പിൻട്രസ്റ്റിൽ ഒറ്റൊരു ഫോട്ടോ കണ്ടു ബ്ലാക്ക് ലൈലാക്കും കൂടെ വരുന്നത്. അതല്ലാതെ വേറെ ഒരു സാരി ഞാൻ എവിടെയും കണ്ടിട്ടില്ല, വാങ്ങാൻ നോക്കിയിട്ടൊന്നും കിട്ടിയില്ല. ഇപ്പോൾ പിന്നെ കുറേയൊക്കെ നോക്കുമ്പോഴത്തേക്കും ഇങ്ങനെ കുറച്ച് സാരീസൊക്കെ ഞാനിങ്ങനെ കാണാറുണ്ട്, ബ്ലാക്ക് ലൈലാക്ക് കോമ്പിനേഷനിൽ അത്യാവശ്യം കുറച്ച് സാരീസൊക്കെ ഇപ്പോൾ പിന്നീട് കണ്ടിട്ടുണ്ട്. അങ്ങനെ ഞാൻ പിന്നെ വിചാരിച്ചു ഇതേപോലെ ഇതിൽ സത്യം പറഞ്ഞാൽ ഇത് ഞാൻ സിൽക്കിൻ്റെ മെറ്റീരിയൽ വാങ്ങിയിട്ട് അത് ഇതിങ്ങനെ ബോർഡർ പോലെ മടക്കി അടിച്ച് സാരിയിൽ ഫുള്ള് വെച്ച്, അങ്ങനെ ഈ ഒരു ബോർഡർ ഫുൾ ആ ഒരു ലൈലാക്കിൻ്റെ ഹൈലൈറ്റ് ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഇതിൻ്റെ പല്ലൂരും ഇങ്ങനെ ചെറിയൊരു ലൈലാക്ക് ഷെയ്ഡിൽ വരുന്നൊരു ടെസൽസും ഇങ്ങനെ വെച്ച് കൊടുത്തു. പിന്നെ ഇതിൻ്റെ ബ്ലൗസിലാണെങ്കിലും ഞാൻ അതിൻ്റെ സ്ലീവിൻ്റെ ഈ ഒരു പോർഷനിലും നെക്കിലുമായിട്ട് വർക്ക് ചെയ്തതിൻ്റെ കൂട്ടത്തിൽ ലൈലാക്ക് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്ത് അങ്ങനെ ഓർണമെൻറ്റ്സ് അധികം ഒന്നും ഇട്ടിട്ടില്ല. ഒരു വലിയൊരു ചാന്ത്ബാലിയും പിന്നെ ഒരു മംഗൾസൂത്രയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. കയ്യിൽ ചെറിയ കുറച്ച് വളകൾ അങ്ങനെ ഇട്ടാണ് ഞാനിത് പെയർ ചെയ്തത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ എൻ്റെ കുറേ പേർക്ക് ഇങ്ങനെ എൻ്റെ വെഡ്ഡിങ് ഡ്രസ്സസിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണെന്ന് പറയാറുണ്ടായിരുന്നു. ലൈക്ക് ഈ ഒരു കോമ്പിനേഷൻ അതൊക്കെ കുറച്ച് ഫ്രഷ് ആയിരുന്നല്ലോ, അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഇഷ്ടമായെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ റിസപ്ഷൻ സൈസ് ഈ സാരി ഈ പറഞ്ഞ പോലെ ആ ഒരു ഇടയ്ക്ക് ഭയങ്കര ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരുന്നൊരു കോമ്പിനേഷൻ പാറ്റേണും ഒക്കെയാണ് ഈ ഒരു ചെക്ക് ഡിസൈൻ വന്നിട്ട് ഈ ഒരു ഗ്രീൻ ആൻഡ് ഈ ഒരു റെഡ് കോമ്പിനേഷൻ വരുന്നത്. അങ്ങനെ വാങ്ങിച്ചൊരു സാരിയാണ് കേട്ടോ ഇത് എന്ത് മെറ്റീരിയലാണെന്ന് ചോദിച്ചാൽ കറക്റ്റ് എനിക്ക് പറയാൻ അറിഞ്ഞുകൂടാ, പക്ഷേ കുഴപ്പമില്ലാത്തൊരു മെറ്റീരിയലാണ്. പക്ഷെ ഉടുത്ത് അത്രയ്ക്ക് അങ്ങോട്ട് ഒതുങ്ങി കിടക്കാറൊന്നും ഇല്ല. പിന്നെ ഈ കാണുന്നൊരു എഫക്റ്റ് എനിക്ക് ഉടുത്തിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല.
എനിക്ക് ഓക്കെ കൈൻഡ് ഓഫ് സാരിയാണ്, കാണാൻ ഇഷ്ടമാണ്, പക്ഷെ ഉടുക്കുമ്പോൾ എനിക്ക് അങ്ങോട്ട് അത്ര ഇഷ്ടപ്പെടാറില്ല. പിന്നെ ഈ സാരി ഇതേപോലെ തന്നെ എൻ്റെ കല്യാണത്തിൻ്റെ ടൈമിൽ ഡ്രസ്സ് എടുത്തപ്പോൾ ഞാൻ 2-3 സാരി വാങ്ങിച്ചായിരുന്നു. അതിലൊരു സാരിയാണിത്. ഇത് ഈ പറഞ്ഞ പോലെ ഫുൾ ബ്ലാക്കാണ് വരുന്നത്. ഫുൾ ബ്ലാക്ക് വന്നിട്ട് ഇങ്ങനെ ബോർഡർ മാത്രമാണ് വരുന്നത്. ഒരു ആൻറ്റിക് സാരി വരുന്നൊരു ബോർഡറാണ്. ഇതേപോലെ ബോഡി ആണെങ്കിലും നല്ല ഉടുത്തൊന്നും നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ്. എനിക്കൊന്ന് 1100 രൂപ ഈ സാരിക്കാട്ടും. നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ്. ഉടുത്ത നല്ല പോലെ ഒതുങ്ങി കിടക്കും. അപ്പോൾ ഒരു അടിപൊളി സാരിയാണ് ഇതൊക്കെ ഞാൻ ഇതും നേരത്തെ കാണിച്ച ഗ്രീൻ സാരി ഇതൊക്കെ ഞാൻ പോത്തീസിൽ നിന്ന് വാങ്ങിയതാണ് ട്രിവാൻഡ്രത്ത്. പക്ഷെ മറ്റേ സാരി പോലെയല്ല. മറ്റേ സാരി ആക്ച്വലി ഒരു 1500-1600 ആ ഒരു റേഞ്ച് എന്തോ ആയിരുന്നു. പക്ഷേ ഇത് അതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സാരിയാണ്. നെക്സ്റ്റ് സാരി ഇത് ഞാൻ ഈ പറഞ്ഞാൽ എൻ്റെ ഫസ്റ്റ് വൈറ്റ് സാരി ആയിരിക്കും മേ ബി ഇത്. ഞാൻ സെറ്റ് സാരീസും അങ്ങനെ ഞാൻ അധികം ഉടുക്കാറൊന്നുമില്ല. അതെനിക്ക് ഇഷ്ടമല്ല. എനിക്ക് വൈറ്റ് ഇടുന്നത് ഇഷ്ടമല്ല. അത് ഭയങ്കര കളർ കോംപ്ലക്സ് ഒക്കെ ആയിരുന്നു. ഇൻസെക്യൂരിറ്റീസും ഒക്കെ കൊണ്ട് അങ്ങനെ വൈറ്റ് സാരീസും വൈറ്റ് ഡ്രസ്സസ് ഒന്നും അങ്ങനെ എടുക്കാറില്ലായിരുന്നു. പിന്നെ ഈ ഒരു സാരി എടുത്തതിന് ശേഷമാണ് ഞാനിങ്ങനെ കുറേ വൈറ്റ് ഡ്രസ്സുകളൊക്കെ വാങ്ങി തുടങ്ങുന്നത്. ഇത് ഈ പറഞ്ഞ പോലെ ഒരു ഫങ്ഷന് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. അതായത് ഒരു ഫാഷൻ ഷോ ഉണ്ടായിരുന്നു, കേരളീയം പ്രോഗ്രാമിൻ്റെ ഒരു ഫാഷൻ ഷോ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഡിസൈനർ ഞാനായിരുന്നു. അപ്പോൾ അതിൻ്റെ ഷോയിൻ്റെ അന്ന് ഉടുക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയൊരു സാരിയാണ് ഇത്. ആക്ച്വലി സാരി അല്ല, ഇത് മറ്റേ റണ്ണിങ് മെറ്റീരിയലാണ്. റണ്ണിങ് മെറ്റീരിയൽ വാങ്ങിയിട്ട് സാരി ആക്കിയതാണ്. സാരിയൊക്കെ എന്ന് വെച്ചാൽ ഒന്നുമില്ല, വെറുതെ സൈഡ് അടിച്ചു എന്നുള്ളതല്ലാതെ വേറൊന്നുമില്ല. അപ്പോൾ അത്യാവശ്യം താഴെ ഇങ്ങനൊരു വലിയൊരു ബോർഡർ വരുന്നുണ്ട്. അതായത് ഇങ്ങനെ പീച്ച കൊടുത്ത് താഴെ വരുന്ന പൊസിഷനിൽ നല്ല വലിയൊരു ബോർഡറും മുകളിൽ ബോഡി പാർട്ടിൽ ചെറിയൊരു ബോർഡറും അങ്ങനെയാണ് വരുന്നത്. മീറ്ററിന് ഒരു 200 രൂപയൊക്കെ ആയിട്ടുള്ളൊരു സാരിയാണ്. നല്ല മെറ്റീരിയലാണ്. ഇതെന്തോ ഒരു സിൽക്കാണ്, എനിക്ക് പേര് പറയാൻ അറിഞ്ഞൂടാ. ഇനി ഇതിൻ്റെ ബ്ലൗസ് ആണെങ്കിലും ഞാൻ ഈ സെയിം മെറ്റീരിയലല്ല, ഇതേപോലെ തന്നെ ഈ സെയിം മെറ്റീരിയലിൽ വേറൊരു ഡിഫറെൻറ്റ് ബൂട്ട വരുന്ന ഒരു മെറ്റീരിയൽ എടുത്തിട്ടാണ് ഇതിൻ്റെ ബ്ലൗസ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ സാരി ഇതേപോലെ ഇൻസ്റ്റയിൽ ഇങ്ങനെ കുറേ പേജുകൾ ഇങ്ങനെ ഭയങ്കര വൈറലായിട്ട് കിടന്ന് കുറേ നാളിങ്ങനെ ആഗ്രഹിച്ച് കിട്ടിയൊരു, എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് കിട്ടിയ സാരിയാണിത്. ഇതൊരു ജോർജറ്റ് സാരിയാണ്. ജോർജറ്റ് സാരിയിൽ ചെറിയ ചെക്ക് ഇങ്ങനെ വന്നിട്ട് ഇതേപോലെ നല്ലൊരു ബോർഡറൊക്കെ ആയിട്ട്, ചെറിയ ബോർഡർ ആണെങ്കിൽ നല്ല ഡിഫൈൻഡ് ആയിട്ടുള്ള നല്ലൊരു ബോർഡർ ഡിസൈനൊക്കെയാണ് ഇതിൻ്റെ വരുന്നത്. ഉടുക്കാനാണെങ്കിലും നല്ല സുഖമാണ്, പെട്ടെന്ന് ഉടുക്കാൻ പറ്റുന്നൊരു സാരിയാണിത്. പിന്നെ ബ്ലൗസ് ഞാൻ ആക്ച്വലി ഇതിൻ്റെ ചെക്ക് ബ്ലൗസ് തന്നെയാണ്. അപ്പോൾ ഞാൻ അതില്ലാതെ ഞാൻ പ്ലെയിൻ റെഡ് ബ്ലൗസ് ഇട്ടിട്ടാണ് പെയർ ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ സാരി ഇതൊരു സിമ്പിൾ സാരിയാണ്. സിമ്പിൾ ഒരു കോട്ടൺ സാരിയാണ്. ഉടുക്കാൻ വെച്ചാൽ ഉടുത്ത് കഴിയുമ്പോൾ അങ്ങനെ കോട്ടൺ ആണെന്ന് ഫീൽ ചെയ്യത്തില്ല. ഒരു ഇപ്പം നേരത്തെ കാണിച്ച സാരികളൊക്കെ പോലെ എവിടേക്കോ ഒരു സിൽക്കിൻ്റെ പോലത്തെയൊക്കെ ഒരു പ്രിൻറ്റും, അതായത് ഈ ബോർഡർ ടെമ്പിൾ ബോർഡറൊക്കെ വരുമ്പോഴത്തേക്ക് ആ ഒരു എഫക്റ്റ് കിട്ടും. ഞാനിതൊരു വെഡ്ഡിങ്ങിന് ഉടുത്തിട്ട് പോയ സാരിയാണ്. ചൂടൊക്കെ ആയതുകൊണ്ട് വേറെ സിൽക്ക് സാരി ഒന്നും ഉടുക്കാൻ വയ്യാത്തതുകൊണ്ട് കോട്ടൺ സാരി ഉടുത്തിട്ട് പോയത്. പക്ഷേ നമുക്കങ്ങനെ നമ്മൾ ഈ ഫോട്ടോസൊക്കെ കാണുമ്പോഴാണെങ്കിലും അല്ലാതെ കാണുമ്പോഴാണെങ്കിലും അങ്ങനെ ഒരു കോട്ടൺ സാരി ആണെന്നൊന്നും ഫീൽ ചെയ്യത്തൊന്നുമില്ല. കോട്ടൺ സാരിക്ക് കല്യാണത്തിന് ഉടുക്കാൻ പറ്റില്ല, മോശമാണ്, ആ ഒരു രീതിക്കല്ല പറയുന്നത്. ലൈക്ക് കല്യാണത്തിന് കൂടുതൽ ഇങ്ങനെ ഒരു സിൽക്ക് സാരി, സെമി സിൽക്ക് സാരിയൊക്കെ ഉടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്, ചൂട് കാരണം അല്ലെങ്കിൽ അത് കംഫർട്ടബിൾ അല്ല എന്ന് കരുതി ഉടുക്കാതിരിക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ് ഈ സാരി. അല്ല ഈ പറഞ്ഞ പോലെ നമുക്ക് പല്ലു വരുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു ബ്ലാക്ക് ഓറഞ്ച് മെറൂൺ ആ ഒരു കോമ്പിനേഷനിലാണ് പല്ലു വരുന്നത്. ഈ അടുത്ത കാണിക്കാൻ പോകുന്ന സാരി എൻ്റെ ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള, എൻ്റെ ഏറ്റവും ഫേവറേറ്റ് സാരിയാണ് അടുത്ത് കാണിക്കാൻ പോകുന്നത്. സോ ഇതാണ് ആ സാരി. ഇത് എൻ്റെ കല്യാണ സാരിയാണ്. നല്ല വെയിറ്റ് ഉണ്ട്. ലൈക്ക് ഇത് എനിക്ക് കളർ കോമ്പിനേഷൻ വേണം എന്ന് പറഞ്ഞിട്ട്, അതായത് എനിക്ക് എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് മോനിഷ് എന്നാണ്. അതായത് ഞാൻ മോനിഷിനെ കാണുന്നതിന് മുന്നേ, അതായത് മോനിഷായിട്ട് റിലേഷൻ ആവുന്നതിനൊക്കെ മുന്നേ എനിക്കിങ്ങനെ ഒരു പോയിന്റിൽ ഇങ്ങനെ ഒരു ഇതടിച്ചതാണ്. എനിക്ക് ഈ ഒരു ഗ്രീൻ കളറിലെ സാരി വേണം, ഒരു പാരറ്റ് തീംഡ് വെഡ്ഡിങ് എനിക്ക് വേണം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ആ സമയത്ത് എനിക്ക് കല്യാണം കഴിക്കുമെന്ന് പോലും എനിക്കറിയില്ല. അങ്ങനെ ഒരു ടൈമിൽ എൻ്റെ മനസ്സിൽ കടന്നുകൂടിയൊരു കളറാണിത്. പിന്നെയാണ് ലൈക്ക് മോനിഷ് വരുന്നതും
സംഹൗ ഞാൻ അവനെ ഇങ്ങനെ തത്തമ്മാന്ന് വിളിക്കാൻ തുടങ്ങി. അതൊന്നും മറ്റേ എങ്ങനെയോ കണക്റ്റഡ് ആയതാണ്. ലൈക്ക് പുള്ളി ഇങ്ങനെ കുറേ ഇങ്ങനെ തത്തമ്മ പാട്ടൊക്കെ പാടി ഇരുന്നിട്ട് അങ്ങനെയാണ് തത്തമ്മയായത്. ഓക്കെ, അങ്ങനെ വെച്ചാൽ കണക്റ്റഡ് ആയി. പിന്നെ ഞാൻ ആലോചിക്കുന്നത് ആ ഒരു പോയിന്റിൽ ഇതൊക്കെ മറന്നു. പിന്നെ ആലോചിക്കുന്നത് അയ്യോ ശരിയാണല്ലോ എന്നൊക്കെ ആലോചിക്കുന്നത്. ഓക്കെ, പിന്നെ എനിക്കപ്പോൾ സോളിഡ് റീസൺ ആയി, സോളിഡ് ആൻഡ് കണക്റ്റബിൾ റീസൺ ആയി എനിക്കതൊരു പാരറ്റ് തീംഡ് വെഡ്ഡിങ് ആക്കാനായിട്ട്. ഓക്കെ, അങ്ങനെ ഈ കളർ ഈ പറഞ്ഞപ്പോൾ എല്ലാവർക്കും വീട്ടിലൊക്കെ എല്ലാവരും ഇങ്ങനെ ചോദിച്ചു ഇതേപോലെ വേറെ കളർ എടുത്തോളൂ, ഇത് നോർമൽ അല്ലല്ലോ ഈ കളേഴ്സൊന്നും. അങ്ങനെ പിന്നെ കൂടുതലും ഇത്രയും ബ്രൈറ്റ് കളേഴ്സൊക്കെ ഞാനിങ്ങനെ തമിഴ്നാട്ടിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ ആന്ധ്രാപ്രദേശിലും കർണാടകയിലും ഒക്കെയാണ് പിന്നെയും ഇങ്ങനത്തെ ഇത്രയും ലൈറ്റ് കളേഴ്സൊക്കെ ഈ ടിഷ്യൂ സാരീസൊക്കെ വന്നതിന് ശേഷം ഇത്രയും ലൈറ്റ് സാരീസൊക്കെ പിന്നെ യൂസ് ചെയ്യുന്ന കാണുന്നത്. നമ്മളിവിടേക്ക് ഇപ്പോഴും കോമൺ ആയിട്ട് എല്ലാവരും റെഡ് അല്ലെങ്കിൽ ഡാർക്ക് ഷെയ്ഡ്സ് ഒക്കെയാണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഈ സാരി ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും ഇങ്ങനെ ചോദിച്ചു. പിന്നെ ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ സാരിയിൽ അല്ലെങ്കിൽ എൻ്റെ കല്യാണ ഡ്രസ്സിലും ആരും ഒന്നും പറയരുത് എന്ന് വെച്ചാൽ എനിക്ക് വ്യക്തമായിട്ടുള്ള കോൺസെപ്റ്റ്സ് ഉണ്ടായിരുന്നു, പിന്നെ എൻ്റെ പാർട്ട്ണറിനും എനിക്കും. അപ്പം അത് എനിക്ക് മാറ്റുന്നതിനെ പറ്റി എനിക്ക് ആലോചിക്കാനേ പറ്റത്തില്ലായിരുന്നു. അങ്ങനെ പിന്നെ ഓക്കെ, പിന്നെ എൻ്റെ സാരിയും ഡ്രസ്സുകളും കല്യാണ ഡ്രസ്സുകളും എല്ലാം വർക്ക് ചെയ്തതും ഡിസൈൻ ചെയ്തതും എല്ലാം നമ്മുടെ യൂണിറ്റിൽ തന്നെയാണ്. അപ്പോൾ എനിക്കിതെൻ്റെ ഡ്രീം സാരിയാണ്. അപ്പോൾ എനിക്കിത് ഏറ്റവും ഭംഗിയായിട്ട് കിട്ടണം. പിന്നെ ഈ സാരി ഈ കളർ ഈ ഒരു കളറിലുള്ള സാരിയും അങ്ങനെ റെഡിലി അവൈലബിൾ അല്ലായിരുന്നു. പിന്നെ കുറേ ഇങ്ങനെ തപ്പി ലാസ്റ്റ് ട്രിവാൻഡ്രത്ത് കല്യാൺ സിൽക്സ് എന്നാണ് എനിക്കിത് അവർ ചെയ്തു തന്നു. എനിക്ക് അവർ കസ്റ്റമൈസ് ചെയ്ത് തന്നു എൻ്റെ കളറ്, എനിക്ക് വേണ്ട പാറ്റേൺ. അതായത് എനിക്കിങ്ങനെ ബോർഡർ വേണം, പിന്നെ ചെറിയ ബൂട്ട ഡിസൈൻസ് വേണം എന്നുള്ളതായിരുന്നു എൻ്റെ മനസ്സിലുള്ളത്. അപ്പം എനിക്ക് വേണ്ട പാറ്റേണിൽ എനിക്ക് വേണ്ട കളറിൽ അവരെനിക്ക് കസ്റ്റമൈസ് ചെയ്ത് തന്നു വിത്തൗട്ട് എനി എക്സ്ട്രാ ചാർജസ്. ലൈക്ക് അതാണ് എനിക്ക് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് തോന്നി. എനിക്ക് മാക്സിമം കോസ്റ്റ് കുറയ്ക്കണം എന്നുള്ളത്. പിന്നെ ഇതൊക്കെ ചെയ്തത് എന്തായാലും നമ്മുടെ യൂണിറ്റിൽ തന്നെ ആയതുകൊണ്ട് എനിക്ക് ആൾക്ക് എന്തായാലും ഞാൻ സാലറി കൊടുക്കണം. അപ്പോൾ പിന്നെ നമ്മുടെ ഡ്രസ്സ് ചെയ്യുന്നതിനും അങ്ങനെ തന്നെ ആ ഒരു ഇതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എനിക്ക് അവർ എക്സ്ട്രാ പൈസ ഒന്നും വാങ്ങാതെ സാരിയുടെ റേറ്റ് എത്രയാണോ അത്രയും റേറ്റിൽ തന്നെയാണ് എനിക്ക് അവർ കസ്റ്റമൈസ് ചെയ്ത് തന്നത്. അപ്പോൾ അങ്ങനെയാണ്. പിന്നെ ഇതിൻ്റെ ഈ പറഞ്ഞ പോലെ ബോർഡറിൽ ഇങ്ങനെ ഒരു വലിയ ബോർഡറും പിന്നെ ഒരു ചെറിയ ബോർഡർ, അതായത് അങ്ങനെയാണ് ഉണ്ടായിരുന്നത്. അതായത് ഈ ഒരു വലിയ ബോർഡറും ഫുൾ ഇതേപോലെ ഹാൻഡ് വർക്ക് ചെയ്തെടുക്കുക ചെയ്തത്. ഇതിൻ്റെ താഴെയും മുകളിലും രണ്ട് സൈഡിലുമായിട്ട് ഫുൾ ഹാൻഡ് വർക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. ഇതിൽ ഈ പറഞ്ഞ പോലെ ചെറിയ പാരറ്റ് ഡിസൈൻസ് ഉണ്ട്. ഇതിൽ നോക്കി കാണാൻ പറ്റും. ഇതിലിങ്ങനെ പാരറ്റ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ബ്ലൗസ് ആണെങ്കിൽ ഇതിൻ്റെ സാരി ബ്ലൗസ് വന്നതെന്ന് വെച്ചാൽ ഒരു ബ്രൊക്കേഡ് ബ്ലൗസ് ആയിരുന്നു. അപ്പോൾ എനിക്കങ്ങനെ ബ്രൊക്കേഡ് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ സെയിം കളറിലൊരു സിൽക്കിൻ്റെ മെറ്റീരിയൽ, പ്ലെയിൻ സിൽക്കിൻ്റെ മെറ്റീരിയൽ എടുത്തിട്ട് അതിൻ്റെ നെക്കിലും സ്ലീവിൻ്റെ ബോർഡറിലും ഒക്കെയാണ് അതിൽ ഹാൻഡ് വർക്ക് ചെയ്തത്. പിന്നെ ഞാൻ പെയർ ചെയ്ത ഒരു വെയിലും കൂടെ വെച്ചിട്ടുണ്ട്. ഒരു ഓർഗാൻസേൻ്റെ വെയിലെടുത്തിട്ട് അതിൻ്റെ ബോർഡേഴ്സിൽ ഇതേപോലെ സെയിം പാരറ്റ് ഡിസൈനൊക്കെ കൊടുത്ത് അങ്ങനെയാണ് ഞാനിത് പെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഇതാണ് എൻ്റെ സാരി കളക്ഷൻ. ഇനിയൊരു 6-7 സാരിയും കൂടെ ഉണ്ട്. അത് പക്ഷേ ഞാനിങ്ങനെ ഞങ്ങളുടെ ഇവിടെയും ട്രിവാൻഡ്രത്തും കായംകുളത്തും മലപ്പുറത്തും ഒക്കെ ആയിട്ട് എൻ്റെ വീട് കായംകുളത്ത്, എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട് മലപ്പുറം, ഞങ്ങൾ നിൽക്കുന്ന ട്രിവാൻഡ്രം. ഈ 3 വീട്ടിലായിട്ട് എൻ്റെ സാധനങ്ങൾ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കിടക്കുമായതുകൊണ്ട് കുറച്ച് സാരീസൊക്കെ അവിടെ ആയിട്ട് കിടക്കുകയാണ്. ഒരുപാടൊന്നുമില്ല, ഒരു 5-6 സാരീസ് അത്രയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. അതൊക്കെ അവിടെ കിടക്കുകയാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ള സാരീസ് ഇത്രയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു, എൻജോയ് ചെയ്തു എന്ന് കരുതുന്നു ഈ ഒരു സാരി ജേണി. നിങ്ങളുടെ സജഷൻസ് ഒക്കെ പറയുക. നിങ്ങൾക്ക് ഞാൻ എന്താ ഇമ്പ്രൂവ് ചെയ്യേണ്ട, അല്ലെങ്കിൽ എനിക്ക് എന്തൊക്കെ വീഡിയോസ് ചെയ്യണം എന്നൊക്കെയുള്ള എന്തെങ്കിലും സജഷൻ തരാൻ പറ്റുമെങ്കിൽ. ലൈക്ക് എനിക്കിങ്ങനെ സംസാരിച്ച് വീഡിയോസ് ചെയ്യണം എന്നുള്ള ഭയങ്കര ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഞാനിങ്ങനെ വീഡിയോ ഇപ്പം എടുക്കുന്നത്. അപ്പോൾ ഞാൻ സംസാരിക്കാൻ എന്തെങ്കിലും ടോപ്പിക്സ് നിങ്ങൾക്ക് സംസാരിച്ച് കാണണോ, അല്ലെങ്കിൽ ബേസിക്കലി ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ ഡിസൈനറാണ്, ഓൺട്രപ്രനറാണ്. ഞാൻ എൻ്റെ ഒരു 19ാമത്തെ വയസ്സ് തൊട്ട് ഞാൻ എൻ്റെ ഒരു ഓൺട്രപ്രനർ ജേണി തുടങ്ങിയതാണ്. അന്നോട്ട് ഞാൻ എൻ്റെ സ്വന്തം കാലിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും എൻ്റെ അടുത്ത് നിന്ന് അറിയാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ കാര്യത്തിൽ വീഡിയോസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മറ്റേ ബെൽ ബട്ടൺ ഓൺ ചെയ്യണം. ഇങ്ങനെയൊക്കെയല്ലേ പറയേണ്ടത്.